ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് തുടങ്ങാൻ പോവുകയാണ്. ഇവിടെ നിങ്ങൾ കുറെ പ്രവചനങ്ങളൊക്കെ നടത്താറുണ്ട്. ഈ പ്രവചനം കേട്ടിട്ട് ഞാനും അത്ഭുതപ്പെടാറുണ്ട്. കാരണം നിങ്ങൾ ഇതൊക്കെ എങ്ങനെ പറയുന്നു എന്നത് ഓർത്ത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഈ ബിഗ് ബോസ് സീസൺ 6 ടിക്കറ്റ് ടു ഫിനാലയിൽ ഏതൊക്കെ ടാസ്കുകളാണ് വരാൻ പോകുന്നത്, അതിൽ എങ്ങനത്തെയൊക്കെയുള്ള ഗെയിമുകളായിരിക്കും, ഇതിൽ മത്സരാർത്ഥികളൊക്കെ എങ്ങനെയൊക്കെ ഗെയിം കളിക്കും എന്നുള്ള രീതികൾ പ്രവചിച്ചു പറയാനായിട്ട് മത്സരാർത്ഥികളോട് പറഞ്ഞു. അതനുസരിച്ച് ഓരോരുത്തർ വന്നിട്ട് ക്ലിയർ കട്ടായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെ മത്സരങ്ങൾ വരും, ആരൊക്കെ എങ്ങനെയൊക്കെ കളിക്കും എന്നുള്ള രീതിയിൽ വളരെ ക്ലിയർ ആയിട്ട് നല്ല ക്ലാരിറ്റിയോട് ഓരോ മത്സരാർത്ഥികളും അതിമനോഹരമായിട്ട് പറഞ്ഞു. എന്നാൽ ഇവിടെ നന്ദന വന്നിട്ട് ഈ മത്സരങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇന്ന മത്സരങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഓരോ വ്യക്തികൾ എങ്ങനെയൊക്കെ ഈ മത്സരത്തെ നോക്കി കാണുന്നു എന്ന രീതിയിലേക്ക് ചർച്ച വന്നപ്പോൾ ജിൻഡോയുടെ സൈഡ് എത്തിയപ്പോഴത്തേന് നന്ദന പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ജിൻഡോ ചേട്ടൻ നല്ലപോലെയൊക്കെ കളിക്കുന്നുണ്ട്, ഫിസിക്കൽ ടാസ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ കളിക്കൂ, കള്ളത്തരം കാണിക്കാതെ കളിക്കൂ എന്ന രീതിയിലാണ് നന്ദനെ അവിടെ പ്രസന്റ് ചെയ്തത്. ജിൻഡോ ഗെയിമിൽ കള്ളത്തരം കളിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് അവിടെ നന്ദന പ്രസന്റ് ചെയ്തത്. എന്നാൽ അടുത്തൊരു ചാൻസ് ജിൻഡോയ്ക്ക് കിട്ടിയ സമയത്ത് ജിൻഡോ വന്നിട്ട് ഇതുപോലെ ഗെയിമിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇന്ന ടാസ്കുകൾ വന്നാൽ നന്നായിരിക്കും. ജിൻഡോയുടെ സൈഡിൽ നിന്ന് കുറെ ടാസ്കുകൾ ജിൻഡോ പറഞ്ഞു, ഇങ്ങനെയുള്ള ടാസ്കുകൾ വന്നാൽ നന്നായിരിക്കും എന്ന രീതിയിൽ പറഞ്ഞതിന് ശേഷം വ്യക്തികളെ കുറിച്ച് പറഞ്ഞു. എല്ലാവരുടെ നെഗറ്റീവ് ആണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. നോറയോട് പറഞ്ഞിട്ടുണ്ട്, നോറ നല്ലപോലെ ഡാൻസ് കളിക്കും, പാട്ട് പാടും, അതോടൊപ്പം സംസാരിക്കുന്ന രീതി വന്നു കഴിഞ്ഞാൽ നല്ലപോലെ സംസാരിക്കും, പക്ഷെ ടാസ്കിൽ കുറച്ചുകൂടി ഉൾവലിയുന്നുണ്ട്, അത് നല്ല രീതിയിലാക്കി കഴിഞ്ഞാൽ നോറക്ക് കിടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നോറയെ കുറിച്ച് പറയുന്നുണ്ട്. ഫിസിക്കൽ ടാസ്കിൽ അഭിഷേകിനെ കുറിച്ച് പറയുന്നുണ്ട്, എല്ലാവരെയും കുത്തുന്നതൊക്കെ നിർത്തണം എന്നുള്ള രീതിയിൽ അഭിഷേകിനോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം നന്ദനയുടെ സൈഡിൽ വന്നപ്പം ഈ ഗെയിം ഒക്കെ കള്ളത്തരത്തിൽ കൂടെ കളിക്കാതെ ശ്രദ്ധിക്കണം നന്ദന എന്ന് പറഞ്ഞുകൊണ്ട് നന്ദനയ്ക്ക് തിരിച്ചൊരടി കൊടുത്തിട്ട് പറഞ്ഞു, ഇതുപോലെ സോപ്പിന്റെ ടാസ്കിൽ സോപ്പ് അടിച്ചു മാറ്റി വെച്ചത് നാളെ നന്ദനയാണ്. സോപ്പ് തീർക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, വെള്ളം വീണ് അങ്ങനത്തെ ഒരു ടാസ്ക്. അതിൽ സോപ്പ് അടിച്ചു മാറ്റി വെച്ച ആളാണ് നന്ദന എന്ന രീതിയിൽ ജിൻഡോടെ പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു ടാസ്കില് 33 ഉള്ളിടത്ത് 36 ഉണ്ട്, ചേട്ടനൊന്നും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കള്ളത്തരം കാണിച്ചു എന്നും അവിടെ ജിൻഡോ പറയുന്നുണ്ട്. അപ്പൊ വ്യക്തമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്കിന്റെ ഇടയിൽ കള്ളത്തരം കാണിക്കുന്ന വ്യക്തി നന്ദന തന്നെയാണ്. എന്നിട്ട് നന്ദന അവിടെ നിന്ന് പറയുന്നുണ്ട്, ഞാൻ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന്. അതായത് മറ്റാർക്കും അറിയത്തില്ല, ഇവിടെ സായിക്കും സിജോയ്ക്കും മാത്രമേ അറിയത്തുള്ളൂ. ഇവിടെ ഏറ്റവും കൂടുതൽ പറയുന്നുണ്ട് സായും സിജോയും എന്താ പറയുന്നത്, അവർ ടെക്നിക്കിലൂടെ അല്ലെങ്കിൽ അവർ ലൂപ്പ് പോയിന്റിലൂടെ അവർ മത്സരം ജയിക്കുന്നു എന്ന് നന്ദന പറയുമ്പോൾ ഈ ഇവിടെ കാണുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂപ്പ് പോയിന്റ് എടുത്ത്, അതായത് കള്ളത്തരങ്ങളിലൂടെയാണല്ലോ ഈ ലൂപ്പ് പോയിന്റ് ഉണ്ടാക്കുന്നത്. അതല്ലയോ ഏറ്റവും കൂടുതൽ ഈ ടാസ്കിന്റെ ഇടയിലുള്ള കള്ളത്തരം. പക്ഷെ ജിൻഡോ ചെയ്യാത്ത കുറ്റത്തിന് കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞ നന്ദനയ്ക്ക് ഇതൊന്നും കാണുന്നില്ലേ കള്ളത്തരമായിട്ട്? അതാണ് എനിക്കുള്ള ചോദ്യം. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ നന്ദന അവിടെ ജിൻഡോയ്ക്ക് ഇട്ടൊന്ന് ചൊറിഞ്ഞു എന്ന് പറയാം. ജിൻഡോ കയറി അങ്ങ് മാന്തി കൊടുത്തു. കറക്റ്റായിട്ട് ആ മോർണിംഗ് ടാസ്കിൽ വെച്ച് തന്നെ ജിൻഡോ നന്ദനയ്ക്കിട്ട് നല്ലപോലെ അങ്ങ് നല്ലപോലെ തന്നെ പറഞ്ഞു കൊടുത്തു. അതായത് നന്ദനയാണ് ഇവിടെ കള്ളത്തരം കാണിക്കുന്നത് എന്ന രീതിയിൽ തന്നെ പറഞ്ഞു. ഇവിടെ വെറുതെ ഇരുന്ന ജിൻഡോയെ കൊണ്ട് ചൊറിഞ്ഞു മേടിച്ചത് തന്നെയാണ്. ജിൻഡോ പറയുന്നുണ്ട്, ഇങ്ങോട്ട് എന്ത് തന്നാലും ഞാൻ അങ്ങോട്ട് തന്നെ അപ്പൊ തന്നെ തരും, ഒന്നും ഞാൻ വിട്ടുവെക്കത്തില്ല, കാരണം എല്ലാവരുടെയും സ്റ്റോക്ക് എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് തരുന്നോ അത് അതേ ലെവലിൽ തന്നെ ഞാൻ തിരിച്ചു തരുമെന്നാണ് ജിൻഡോടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ എത്തുന്നവരെയും എല്ലാവർക്കും